സാർ അവസാനമായിട്ട് അഭിനയിച്ച സിനിമയിലെ ഡയലോഗ് ഒന്ന് പറയണം സാർ പ്ലീസ്. 2 ഡയലോഗ് സാർ. 2 ഡയലോഗ്. ആ പാട്ട് പാടിയാലും മതി സാർ. പാട്ട് പാടി ഒറ്റ പാട്ട് നിൽക്കണേ സാർ. ഒരു റിയാക്ഷൻ എങ്കിലും സാർ. പ്രമുഖ നടൻ ശങ്കർദാസ് അത്യാസന്ന നിലയിൽ ആശുപത്രിയിലും ശങ്കർദാസ് മരണമാസ് കിടക്കും. ഇങ്ങോട്ട് ഇറാടാ മേളി എത്ര പ്രാവശ്യം നിന്നോടൊക്കെ പറഞ്ഞത് ഇറങ്ങാൻ? ഇവിടെ നീയൊക്കെ ഈച്ച പൊതിയുന്നത് പോലെ പൊതിയാനായിട്ട് ഇത് പഴുക്കാൻ വെച്ചിരിക്കുന്ന സ്ട്രോബെറി അല്ല, സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റി. സെലിബ്രിറ്റി ആയാലും സെലിബ്രിറ്റി വെച്ചാലും ഞങ്ങൾക്ക് കണ്ടന്റ് മതിയേ. അവന്റെ ഒക്കെ ഒരു കണ്ടന്റ് ശരി തന്നെ കേട്ടാ. എന്ത് ശരി തന്നെയെന്ന്? നീയും അമ്മാറ കൂടെ അല്ലേ? കൊളക്കോഴി മീഡിയ. നീ എന്താ പോവാത്തത് ഇവിടുന്ന്? ഞാൻ പോയി കഴിഞ്ഞാൽ ട്രിപ്പ് എങ്ങനെ കൊടുക്കും? ട്രിപ്പ് സ്റ്റാർട്ട് ഉണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? പ്രിയപ്പെട്ട ഓൺലൈൻ മീഡിയ സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ഉണ്ടായിരുന്നു. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ സിസ്റ്റർ നമ്മുടെ കണ്ടന്റ് എടുക്കുന്നതാണ്. ദൈവമേ, ഇതെന്തുവാടാ ഇതിന്റെ വെള്ളി കെട്ടി തൂക്കി വിട്ടേക്കുന്നത്? ഗോപ്രയാ. എടാ, നിനക്കൊക്കെ കോപ്രായം കാണിക്കാനുള്ള സ്ഥലമാണോടാ ഇത്? എടാ, ഈ കിടക്കുന്ന മനുഷ്യൻ ആരാണെന്ന് അറിയാമോ? ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ജീവൻ കൊടുത്തിട്ടുള്ള ഒരാളാണ് ഇപ്പൊ ജീവിതത്തിന് വേണ്ടിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടല്ലോ? സിസ്റ്റർ നന്നായിട്ട് ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ. സിസ്റ്ററെ നന്നായിട്ട് ഡയലോഗ് പറയുന്നുണ്ട്. ഒരു ഇന്റർവ്യൂ തന്നു കഴിഞ്ഞാൽ എയറിലാക്കി വയറിലാക്കി തരും. അയ്യോ വേണ്ടായേ, നീയൊക്കെ എയറിലാക്കിയവര് ഇതുവരെ താഴ്ത്തിട്ട് ഇറങ്ങിയിട്ടില്ല. അല്ല, വൈറലായി കഴിഞ്ഞാൽ സെലിബ്രിറ്റി ആവും. സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ഉദ്ഘാടനമൊക്കെ കിട്ടും. നീ എന്നെ അധികം ഉദ്ഘാടിക്കണ്ട. ഇറങ്ങിക്കവിടുന്ന്. ഇറങ്ങടാ, പോടാ പോടാ പോടാ. ഒമാർ എവിടേക്കാണ് ക്യാമറ വെച്ചിട്ടുണ്ടാവും ആർക്കറിയാം. അത് നിന്റെ ഓടക്കുള്ളിൽ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. എന്തോടാ ഇത്? ഇത് ക്യാമറ എന്നെ ഇവിടെ 10 വട്ടം വന്നപ്പോ 10 വട്ടം ആട്ടിപ്പായിച്ച് ഓടിച്ചില്ലേ. എനിക്ക് വരാൻ പറ്റില്ലെങ്കിലും എന്റെ ക്യാമറക്ക് ഒന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഞാനിത് കെട്ടിവെച്ചതാ. നിന്റെ ചാനലിലാന്ന് പറഞ്ഞത്? കാക്കക്കുയിലി. നിന്നെ ഞാനൊന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇന്റർവ്യൂ ഇന്റർവ്യൂ അല്ല, നീയാണ് കഴിഞ്ഞ ആഴ്ച ഒരു നിന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടില്ലേ? ഒരു സിനിമാ നടി നടന്നു പോകുമ്പോ ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഈ നടീനെ മനസ്സിലായോന്ന്. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടത്? ആ കൊച്ചിന്റെ ഫ്രണ്ടിൽ പോയിരുന്ന് വീഡിയോ എടുത്തിരുന്നെങ്കിൽ അതിന് മനസ്സിലാവൂലായിരുന്നാ? എന്റെ സിസ്റ്റർ സോഷ്യൽ മീഡിയ മുഴുവൻ നടിമാർ ഇങ്ങനെ നടന്നു പോണ ഈ വീഡിയോ പുറകുവശം കാണിച്ച് നടിമാരുടെ മുഖം കണ്ടാലും ഇപ്പൊ മനസ്സിലാവത്തില്ല. പുറകുവശം കാണിച്ചാൽ കറക്റ്റ് ആയിട്ട് നാട്ടുകാർ പറയും ഏതാ നടിയെന്ന്. അത് കറക്റ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം കൂടെ. കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പം നിന്റെ വീഡിയോക്ക് നീ ഇട്ട ക്യാപ്ഷൻ എന്തുവാ? സംയുക്ത വർമ്മ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടില്ലേ എന്ന്. എടാ, ഏത് കണ്ണ് പൊട്ടനും മനസ്സിലാവൂലേ അത് സംയുക്ത വർമ്മയല്ല ശ്വേതാ മേനോനാണെന്ന്? എന്റെ പൊന്ന് സിസ്റ്റർക്കും അറിയാം, എനിക്കും അറിയാം, നാട്ടുകാർക്ക് മൊത്തം അറിയാം. പക്ഷെ സംയുക്ത വർമ്മ എന്ന് എഴുതിയാലേ അതിന്റെ ഇടയിൽ കമന്റ് വരത്തുള്ളൂ. എടാ പൊട്ട, ഇത് ശ്വേതാ മേനോനാണ്, സംയുക്ത വർമ്മയല്ല. ശ്വേതാ മേനോനാണ്, സംയുക്ത വർമ്മയല്ല. അങ്ങനെ 1000 കമന്റ് വരും. ഇതിനിടയ്ക്ക് വേറെ ചില കമന്റ് കൂടി വരും. എടാ പൊട്ടന്മാരെ, നിങ്ങളെയൊക്കെ പൊട്ടനാക്കോടാ അഡ്മിൻ എന്നും പറഞ്ഞിട്ട്. ഇങ്ങനെ ഓരോ കമന്റിനും എനിക്ക് ഓരോ $1 വെച്ച് കിട്ടും. അത് മാത്രമല്ല, ഇങ്ങനെ നമ്മൾ ഇടുമ്പോ നമ്മളെ വീട്ടുകാരെ ഓർത്തില്ലെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചു അച്ഛനെ അമ്മയൊക്കെ. നീയൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് കിട്ടും. ഇറങ്ങണ വെളിയില്. എടാ ഇറങ്ങാൻ. ഒരു കാര്യം, സാറിന് ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖാണോ? സാറിന് ഇപ്പൊ കുറവുണ്ട്, പക്ഷെ കൂടുതലാണ്. കുറവുണ്ട് പിന്നെ കൂടുതലാണോ? സാറിന് അസുഖം കുറവുണ്ട്, പക്ഷെ നിന്നെ പോലുള്ള ഊള ചാനലുകാരുടെ തള്ളിക്കയറ്റമില്ലേ, അത് ഇത്തിരി കൂടുതലാണ്. ഒറ്റ കണ്ടത് കണ്ടന്റ് കിട്ടി. നടന്റെ കാല് മാറ്റിയപ്പോൾ കണ്ടത് കണ്ട. എന്തുവാടാ കണ്ടത്? അതെന്റെ ചാനലിൽ കയറി നോക്കണം കാണണമെങ്കിൽ. എന്തൊരു കഷ്ടം എന്നൊക്കെ. ഇറങ്ങി പോണേ. എനിക്ക് നീയൊക്കെ ഇറങ്ങിയിട്ട് വേണം സാറിന് ഭക്ഷണം കൊടുത്തിട്ട് ഗുളിക കൊടുക്കാനായിട്ട്. ഒരു പ്രാവശ്യം കുടിച്ചുകൂടാ, ഞാൻ ഒന്ന് വീഡിയോ എടുത്തോട്ടെ. എടാ ഒന്ന് ഇറങ്ങട, എനിക്ക് സാറിന് പഴം കൊടുത്തിട്ട് വേണം ഗുളിക കൊടുക്കാനായിട്ട്. എടാ ഇറങ്ങട വെളിയിൽ. കണ്ടന്റ് കിട്ടി. പ്രമുഖ നടന്റെ ഹോസ്പിറ്റലിൽ വെച്ച് മീഡിയക്കാരോട് നേഴ്സ് ചെയ്തത് കണ്ട. ഇറങ്ങാനല്ലേ പറഞ്ഞത്? പാടാ നോക്കണേ സാറേ. സാർ നേരം വെളുത്തിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. നമുക്കൊരു പഴം കഴിച്ചിട്ട് ഗുളിക കഴിക്കാം. പാതർന്നു തുറക്ക്. ഉഗ്രം കണ്ടന്റ്. തീപ്പൊരി ഡയലോഗുകൾ പറഞ്ഞ നടന്റെ വായിൽ ഇപ്പോൾ പഴമോ? പഴം പോലും തീറ്റിക്കത്തില്ലല്ലോ. ഗുളി കഴിക്കാം നമുക്ക്. വായന തുറന്നേ. കുറച്ച്
കുറച്ചുകൂടെ പ്രമുഖ നടന്റെ വാ നഴ്സ് വലിച്ചു കീറിയപ്പോ. എപ്പോഴാണ് ഞാൻ വലിച്ചു കയറിയത്? എപ്പോഴാണ് ഞാൻ വലിച്ചു കയറിയത്? അല്ല, വലിച്ചു കീറിയാലേ കണ്ടന്റ് ആവുള്ളൂ, എന്നാലേ വൈറലാവുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാ. ഇറങ്ങണ വെളിയിൽ ഒന്ന് ഇറങ്ങി പോണ കണ്ടു. ശല്യപ്പെടുത്താതെ. എന്തൊരു കഷ്ടമോ നോക്കണേ. ആശുപത്രികളിൽ നഴ്സുമാരുടെ തേർവാഴ്ച. ഇല്ല കേട്ടാ, ഒരു കുഴപ്പമില്ല. റെസ്റ്റ് ചെയ്തോ കേട്ടോ. ഓക്കെ. എന്തുവാടാ ഇത്? ട്രോളി ഷോട്ടാ. ദൈവമേ, ഇവന്മാരെല്ലാം കൂടെ ഈ ഹോസ്പിറ്റൽ പൊളിച്ചെടുക്കും. ഇതെന്തുവാന്ന്? ട്രോളി ജീവിച്ചിരുന്നപ്പോ നീയൊക്കെ ഇങ്ങനെ എന്തോരം ട്രോളി. ഇപ്പൊ മരിക്കുമ്പോഴും നീയൊക്കെ ട്രോളിക്കൊണ്ടിരിക്കണോ ട്രോളികളെ? സാർ നമ്മുടെ ശങ്കർദാസിന്റെ മകനല്ലേ? റേഷൻ കടയിൽ പച്ചരിക്ക് ഇപ്പൊ എത്ര വില? അതെ അതെ, റേഷൻ കടയിൽ പച്ചരിക്ക് ഇപ്പൊ എത്ര വില? ഞാൻ അച്ഛനെ കണ്ടോട്ടെന്ന്. വേൾഡ് കപ്പിൽ ഏത് ടീം ജയിക്കും? വേൾഡ് കപ്പിൽ ഏത് ടീം? എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ അച്ഛനൊന്ന് കണ്ടോട്ട്. അയ്യോ, മറ്റേ റൊണാൾഡോയ്ക്ക് കപ്പ് കിട്ടുമോ? ഞാൻ അച്ഛനെ കാണാൻ വന്നതാണെന്ന്. ഈ ഷട്ടിൽ എത്ര പൂക്കളുണ്ട്? എന്തൊക്കെയാണ് ഇച്ചിരി കൊല്ലുമെല്ലാം കൂടെ. അത് മാറ നീയൊക്കെ. മാറിക്കേ വാ. അങ്ങോട്ട്. സാറേ, ഒരു അച്ഛന്റെ ഒരു ഡയലോഗ് പറയാമോ? ഹിറ്റ് ഡയലോഗ്, ഒരു പാട്ടുപാടിയാലും മതി. കഷ്ടം നോക്കിയാണ്, സ്വന്തം അച്ഛനെ കാണാൻ പോലും പറ്റുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ വന്നോളുമാര്. ഒരുത്തൻ ചോദിക്കല്ലേ അച്ഛൻ എത്ര ദിവസം ജീവിച്ചിരിക്കുമെന്ന്, വേറൊന്നും ചോദിക്കല്ലേ അച്ഛൻ്റെ 5 ഡയലോഗ് പറയാൻ വന്നു. എന്ത് കഷ്ടം ആലോചിക്കണമാരെ കൊണ്ട്. ഒരു വെളിവില്ലാത്തവന്മാർ. ഇവന്മാർക്കെതിരെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? പോലീസിലെ കംപ്ലൈന്റ് ചെയ്യണം. പോലീസ് കൊടുത്തിട്ട് കാര്യമില്ല, കൊടുക്കുന്നെങ്കിൽ വനംവകുപ്പിൽ കൊടുക്കണം. വനംവകുപ്പിൽ അതറിഞ്ഞൂടെ? ഇവരെ ചാനലിന്റെ പേര് കേട്ടിട്ടില്ലേ? കാക്കക്കുയിൽ, നീലക്കുയിൽ, മഞ്ഞപ്പാറ്റ, തത്ത, പറവ, കിളി. ശരിയാ, എല്ലാം കിളികളാ. എല്ലാം കിളിപോയന്മാരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല പുതിയ ചാനൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മയിൽ പീലി വിടത്തിങ്ങനെ മയിലില്ലേ, അതിൽ മൊത്തം ഫീമെയിൽ ആണ്. മൊത്തം ഫീമെയിൽ. എന്താണത്? കണ്ടന്റ് നിന്റെ ഇടയിൽ കൊണ്ടുവച്ചു. അച്ഛനെ നോക്കണ്ടേ ഞാൻ? പിന്നെ അതെ, ബന്ധുക്കൾ ആരുമില്ലേ? ബന്ധുക്കളൊക്കെ ഉണ്ട്. ഇവിടെ കയറാൻ പറ്റണ്ടേ? ഇമാര് ചൈന വൻമതിൽ പോലെ ഇങ്ങനെ നിരന്ന് നിൽക്കല്ലേ. ഒരു ബന്ധു ഉണ്ടായിരുന്നു ആശുപത്രി കിടക്കുന്നു. എന്തുറ്റി? ഇമാര് കണ്ടന്റിന് വേണ്ടിട്ടേ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഈ മൈക്ക് സ്റ്റാൻഡില്ലേ വാഗാതി കയറ്റി കൊടുത്തു. കിടപ്പുണ്ട്. എന്ത് കഷ്ടം ആലോചിക്കണം. അച്ഛനൊന്ന് കാണാൻ പോലും പറ്റുന്നില്ല. സാരമില്ല. അച്ഛന് കുറവുണ്ടല്ലോ. അച്ഛന് കുഴപ്പമൊന്നുമില്ല. എന്തോന്നാ ഇതിന്റെ ഇടയില്? അയ്യോ, അതല്ല വരുന്നുണ്ടെന്ന്. ആര് വരുന്നു? അച്ഛന്റെ കുട്ടി ഞാനാണ്. കോമഡി മാസ്റ്റർ. അങ്ങനെ ആരാ ഇത്? കോമഡി മാസ്റ്റേഴ്സിലില്ലേ 2 വാളിപ്പ് പറയാമോ? 2 വാളിപ്പ് അടിക്കാമോ? ഹോസ്പിറ്റലിൽ വന്ന് പിന്നെ പറയാം. നെടുമങ്ങാടല്ലേ വീട്? അവിടെ എത്ര വളമുണ്ട്? പൊന്മുടിയില് ഇപ്പൊ എത്ര വളമുണ്ട്? കുറച്ച് കഴിയുമ്പോ ബാത്റൂമിന്റെ പുറകിലോട്ട് വളം അല്ല. ഞാൻ എനിക്ക് വേറെ ആവശ്യം. ഒരു പാട്ട് പാടോ? ഒരു പാട്ട്, നല്ല പാട്ട്. ഞാൻ ഒരു ആശുപത്രിയിൽ വന്നതല്ലേ, ഇതിന്റെ ഇടയ്ക്കാണ് ഇതൊക്കെ ചോദിക്കുന്നത്. നല്ല സിറ്റുവേഷൻ ആണ്. പ്ലീസ്, ഞാൻ ഒന്ന് പോയി കണ്ടോട്ടെ, സാറിനൊന്ന് കണ്ടോട്ടെ. മഞ്ഞ പാന്റ് ആണല്ലോ, മഞ്ഞ പാന്റ്. മഞ്ഞല്ല, ഇത് വെള്ളയല്ലേ? ഈ ഔട്ട്ഫിറ്റ്സിന് എത്ര രൂപ വില വരും? ഇത് ഞാൻ ശങ്കർദാസ് സാറിനെ കണ്ടോട്ടെ. കണ്ടോളൂ. ആ കാണുന്ന വീഡിയോ കേട്ടോ. ഓക്കെ, ഇനി കാണുന്നു. നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് ഞാനൊന്ന് കണ്ടോട്ടെ. കണ്ടു. അതെ, ശങ്കർദാസ് സാർ അഭിനയിച്ച ഏതെങ്കിലും സിനിമയിൽ ഒരു 5 ഡയലോഗ് അടിക്കാമോ? ഒറ്റ ഡയലോഗ്, ഒരു 5 ഡയലോഗ്. ഈ സമയത്താണ് ഇതൊക്കെ ഞാൻ ഈ സിറ്റുവേഷൻ കറക്റ്റ് പറയണല്ലേ? അടിപൊളി. ഒരു കാര്യം ചെയ്യൂ, എല്ലാരും ഒരുമിച്ച്. എനിക്ക് ഓരോരുത്തർക്കും വേണ്ടി പറയാൻ പറ്റൂല. എല്ലാരും ഒരുമിച്ച് ഒന്ന് പിടിച്ചേ. പറയട്ടെ, ഓക്കെ ആണോ? ഓക്കെ. ഉളുപ്പുണ്ടോടാ നിനക്കൊക്കെ? അടിപൊളി. ഓരോ മനുഷ്യന്റെ സിറ്റുവേഷനും കാര്യങ്ങളും ഒന്നും നോക്കാതെ ഇതെല്ലാം പൊക്കി പിടിച്ചോണ്ട് വരും. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? ഇതിനൊക്കെ വല്ല മോട്ടിക്കാൻ പൊക്കൂടാ നീയൊക്കെ? നിന്നെ പോലെ ഇതുപോലെ കാണിക്കുന്നവന്മാരെയൊക്കെ ചാട്ടവാറിനടിക്കണം. എല്ലാരും അല്ല, ഇങ്ങനെ കുറച്ചെണ്ണത്തിന്. ഏത് സിനിമയിലെ ഡയലോഗാണ് ഇത്? ശങ്കർദാസ് സാറ് ഈ ആശുപത്രി കിടക്കുന്ന എണീറ്റതിന് ശേഷം ഒരു സിനിമയിൽ അഭിനയിക്കും. അതിൽ പറയാൻ പോണ ഡയലോഗ്. സിനിമയുടെ പേരെന്താ? പേര് ഉളുപ്പുണ്ടോടാ ഉളുപ്പ്. എന്തോ കുത്തി പറഞ്ഞ പോലെ തോന്നുന്നു. നമ്മക്കതില്ലല്ലോ, പിന്നെന്തിനാ കുത്തുന്നേ? ഇല്ലാത്ത സാധനം പിന്നെ ഉണ്ടോന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതാണ്. പിന്നെ എന്നാലും നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, ഷീറ്റ് ഒന്ന് മാറ്റിയാലോ? അത് ഞാൻ സിനിമയിലേക്ക് അഭിനയിക്കുന്നതിന് മുന്നേ ആയിരുന്നു ഈ മറ്റേ ആസ്പെറ്റോ സീറ്റിന്റെ പണി. ഇപ്പൊ അത് പോണില്ല. അയ്യോ, ആ ഷീറ്റ് അല്ല, ബെഡ്ഷീറ്റ്. അയ്യോ, ഞാനിപ്പോ മുന്നേ പറഞ്ഞ കാര്യേ അമ്മയുടെ അടുത്ത് പറയല്ലേ. അവർ ഞാൻ ആണെങ്കിൽ ബെഡ്ഷീറ്റ് പൊക്കി നോക്കിന്നായിരിക്കും എഴുതണം. സാറിനെ ഒന്ന് ഇങ്ങനെ താങ്ങിയാൽ മതി, ഞാൻ ശരിയാക്കിക്കോളാം. പ്രമുഖ നടനെ കാണാൻ കുട്ടിയകലെത്തിയത് കയ്യും വീശി. കഴുത്തിനൊന്ന് താങ്ങിക്കോണം. സുഖമില്ലാത്ത സഹപ്രവർത്തകന്റെ കുത്തിനി പിടിച്ച് കുട്ടിയകി. ആശുപത്രി കിടക്കയിൽ കുട്ടിയകലിന്റെ വധശ്രമം. എന്തൊക്കെയാണ് പറയണത്? സൺഗ്ലാസും ധരിച്ചു വന്നത് അഹങ്കാരമോ സ്നേഹമോ ധാർഷ്ട്യമോ?
ഒന്ന് ഇറങ്ങി ഇറങ്ങി പോ 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 പോയ 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 ഇറങ്ങി 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 പോ 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 അയ്യോ ദേ, ദേ. എന്റെ പൊന്നെ എന്തൊരു കഷ്ടമാന്ന് നോക്കണം. രണ്ടുപേരും പാട്ട് പാടാമോ? മൈക്കിൾ ജാക്സന്റെ 2 സ്റ്റെപ്പായാലും മതി, കുഴപ്പമില്ല. ഞാൻ ഒന്ന് ഈ പുതപ്പിന് എത്ര രൂപ? ഞാൻ ഒന്ന് ശങ്കർദാസ് സാറിനെ കാണാൻ പോയിക്കോട്ടെ. എടേ, എടേ, ഇറങ്ങടാ ഇത്. കേറാൻ പറ്റണില്ല. അയ്യോ. നിങ്ങൾ എന്താണ് മേളിൽ കയറുന്നത്? അതെ, നടിമാര് വരുമ്പോഴൊക്കെ ഞങ്ങൾ മുകളിലായിരിക്കും ക്യാമറ വെക്കുന്നത്. അപ്പൊ ക്യാമറ താഴെ ഇറക്കൂലേ? വയ്ക്കും നടിമാരിയ്ക്കുമ്പോ. ഏത് നടിയാ? അയ്യേ, മറ്റേ ശ്രീവിദ്യ പുളിശ്ശേരിയും കൊണ്ട് വരുന്നു. ശരിയല്ല, ശ്രീവിദ്യ മുല്ലശ്ശേരി, അത് ആർട്ടിസ്റ്റ് ആണ്. ഇറങ്ങി 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 സാറിന് ചോറ് കൊടുക്കാൻ പറ്റും. ഇറങ്ങി, 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 ഇറങ്ങി 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 ഇതാരീ കിടക്കണേ? ഇറങ്ങി 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 കുഴപ്പമില്ല, വരണം വരണം മാറ്, രക്ഷിക്കണം, മാറ്. അതെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. കയ്യില് മൊബൈല്, പേഴ്സ്, താക്കോല്, കർച്ചീഫ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മുറുക്ക പിടിച്ചോണം. താഴത്തോട്ടൊന്നും വീഴല്ലേ. അതെന്താ? ഇന്നലെ ഒരു നടി വന്ന് കർച്ചീഫ് എടുത്തതേ ഉള്ളു. 12 മില്യൺ ആയിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. സ്നേഹമുള്ളതുകൊണ്ട് പറയാ കേട്ടാ. എന്റെ 1 മില്യൺ ഞാൻ കൊടുക്കൂല. മേഡം 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 മുടി വെപ്പാണോ മേഡം? ഏതാ സലൂണിലാ പോണേ? സാറേ, സാറിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ആ, മരണത്തോട് മല്ലിടുന്ന ശങ്കർദാസ് സാറിന്റെ ഈ അവസ്ഥയിൽ തനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് ശ്രീവിദ്യ. അച്ഛനെ വലിയ പഴയ സന്തോഷമൊന്നുമില്ല. ആ മുഖത്തെ ചിരിയൊക്കെ അങ്ങ് പോയി. സാറൊന്ന് ചിരിച്ചേ. ദേ ഇങ്ങനെ ചിരിക്ക്. പ്രമുഖ നടൻ ശങ്കർദാസിന്റെ മരണക്കിടക്കയിൽ അട്ടഹസിച്ച് ശ്രീവിദ്യ. അച്ഛനാണ് എന്താ പറ്റി? സാറേ, ശ്വാസം വലിക്കുന്നു. കിടക്കക്കടയിൽ സാറ് ചെയ്ത് കണ്ടോ? ഞങ്ങള് കളിപ്പാട്ടാണത്. മാധ്യമ ധർമ്മമാണത്. അച്ഛാ, നീയൊക്കെ കുറെ ദിവസമായിട്ട് മൊബൈൽ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഓരോരുത്തന്മാര്. അച്ഛാ സെലിബ്രേറ്റ് ചെയ്യണം തെറ്റ്. അച്ഛാ കുഴപ്പമില്ല അച്ഛാ. ബ്രോ ഒന്നും കൂടി പറയാവോ? ഒന്നുകൂടെ പറയാനാ? ഒരു കോൾ വന്ന് വീഡിയോ കട്ടായി, ഒന്നും കൂടി എടുക്കാൻ. റീടേക്കാ, ജീവിതമാണിത്, സിനിമയല്ലേ ഇതൊക്കെ. കണ്ടോ സാറേ, എത്ര ദിവസം അറിയാമോ എനിക്ക് അച്ഛനും നോക്കാൻ പോലും പറ്റില്ല. ഏയ് കുഴപ്പമില്ല, മിണ്ടായി. അല്ല, ഇവിടെ പോട്ടെ പോട്ടെ, അങ്ങോട്ട് പോട്ടെ. നീ എന്തോന്നറിയാ കാണിക്കുന്ന മാധ്യമധർമ്മം. എന്തെന്ന്? മാധ്യമധർമ്മം. ഇത് മാധ്യമ ധർമ്മമല്ല, ഇതാണ് മാധ്യമ കർമ്മം. നല്ല മാധ്യമങ്ങളെ കൊന്ന് അതിന്റെ ചിത അരിച്ച് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീയൊക്കെ. നിനക്കൊക്കെ ഇച്ചിരി ബോധവും വിവരം ഉണ്ടാടാ. നിനക്കില്ലടാ വീട്, നിന്റെ വീട്ടിൽ വേണ്ടപ്പെട്ടവരില്ലേടാ, അവിടെ ഉള്ളവർക്ക് പലതും സംഭവിക്കൂലടാ. അപ്പൊ നിന്റെയൊക്കെ വാക്യത്ത് ക്യാമറ കൊണ്ട് വെച്ചാൽ നിനക്കൊക്കെ ഇഷ്ടപ്പെടുവോ? ഏതെങ്കിലും ഒരു മരണ വീട്ടില് ഏതെങ്കിലും ഒരു വേണ്ടപ്പെട്ട ആൾ മരിച്ചാൽ അവിടെ വരുന്ന ബോഡിയോ അതൊന്നുമല്ല നീ എന്ന് കാണിക്കുന്നത്. അവിടെ മരണത്തിന് വരുന്ന ആൾക്കാർ എവിടെ ഇരിക്കുന്നു, അവർ ചിരിക്കുന്നുണ്ടോ, അവരിയ്ക്കുന്നുണ്ടോ, കിടക്കുന്നുണ്ടോ, കുടിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരാൾ ഇച്ചിരി വിഷമിച്ച് പൊട്ടിക്കറിഞ്ഞാൽ നിനക്കൊക്കെ അത് ഓവർ ആക്ടിങ്. അന്യന്റെ സ്വകാര്യതയിലേക്ക് അനുവാദമില്ലാതെ ഈ സാധനവും പൊക്കിപ്പിടിച്ചോണ്ട് കയറിപ്പോകുന്നതിന്റെ പേരല്ല മാധ്യമധർമ്മം. വാ, ഇത്രയും ഡയലോഗ് തെറ്റാതെ കുട്ടികൾ സിനിമയെ പറഞ്ഞിരുന്നെങ്കിൽ എന്നേ രക്ഷപ്പെട്ടു പോയത്. കണ്ടാ ആശുപത്രി കിടക്കയിൽ കുട്ടിയകിലിന്റെ പട്ടി ഷോ. കണ്ടാ കണ്ട സാറേ, സാറ് നല്ല കാര്യം പറഞ്ഞിട്ട് ഇവനൊക്കെ പറയുന്നത് കണ്ടാ. ഇവനെയൊക്കെ എത്ര ബോധവൽക്കരണം എടുത്തിനും കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞ് ഇതെല്ലാം കാണുമ്പോണ്ടല്ല എനിക്ക് ഭ്രാന്ത് പിടിക്കണം, ഭ്രാന്ത്. ശങ്കർദാസിന്റെ മകന് ഭ്രാന്ത്. ചികിത്സ വേണ്ടത് അച്ഛനോ അതോ മകനോ? എങ്ങനുണ്ട്? ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലും അവന്മാർക്ക് അത് കാണാൻ നല്ല റീല്.